ഹലോ നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് പഞ്ചമുഖി ഹനുമാൻ സ്വാമിയെക്കുറിച്ച് പറയാനാണ്. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ സ്വാമി. അപ്പം പഞ്ചമുഖി ഹനുമാൻ എപ്പോഴാണ് ജന്മം കൊണ്ട് ഒരു ഉത്ഭവിക്കപ്പെട്ടതെന്ന് പറയാം. ത്രേതായുഗത്തിൽ സീതാദേവിയെ രാവണൻ കടത്തിക്കൊണ്ടുപോയിരുന്ന സമയത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം, അതായത് വിഭീഷണൻ്റെയും കുംഭകർണൻ്റെയും രാവണൻ്റെയും സഹോദരനായ അഹിരാവണൻ എന്ന രാക്ഷസൻ, മായാവിയായിരുന്നു. അയാൾ വന്ന് ശ്രീരാമനെയും ലക്ഷ്മണനെയും പാതാളത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഹനുമാൻ സ്വാമിയാണ് ഇവരെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്, പാതാളത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഹനുമാൻ സ്വാമി വിഭീഷണൻ്റെ സഹായത്തോടെ പാതാളത്തിലെ വഴി മനസ്സിലാക്കുകയും അങ്ങനെ പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പം ഒരു വഴി മുന്നിൽ തന്നെ, കോട്ടയുടെ മുന്നിൽ തന്നെ ഒരു രാക്ഷസനുണ്ടായിരുന്നു. അത് ചിലർ പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ മകൻ തന്നെയാണെന്നാണ്. ഹനുമാൻ സ്വാമി അപ്പം ഓരോരുത്തർ ചോദിക്കും, ബ്രഹ്മചാരിയല്ലേ എന്ന്. അല്ല, ഹനുമാൻ സ്വാമിക്ക് പലർക്കും അറിയാം, പലർക്കും അറിയില്ല. ഹനുമാൻ സ്വാമിക്ക് ഒരു മകനുണ്ടായിരുന്നു. അതായത് സീതാദേവി നോക്കി തിരക്കി ലങ്കയിൽ പോയപ്പോൾ ലങ്കാദഹനം നടത്തിയല്ലോ. ആ സമയത്ത് ലങ്കാദഹനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാല് മുക്കിയ നദിയിൽ അതിൻ്റെ വേർപ്പിൽ നിന്നുണ്ടായ ഒരു മുതല വീഴുകയും അങ്ങനെ മുതലയുടെ സ്കിന്നൊക്കെയുള്ള ഒരു മകൻ ജനിക്കപ്പെടുകയും ചെയ്തു. അതാണ് മഗർധ്വജ്. ഓക്കെ, അപ്പോൾ മഗർധ്വജ് പറഞ്ഞു, ആരാണ് വഴിമാറാനൊക്കെ ഹനുമാൻ സ്വാമി പറഞ്ഞപ്പോൾ ഞാൻ ഹനുമാൻ്റെ മകനാണെന്ന് പറയുകയും അന്ന് വരെ കണ്ടിട്ടില്ലായിരുന്നു മഗർധ്വജ് അച്ഛന്. അങ്ങനെ മനസ്സിലാക്കുകയും പിതാജി അങ്ങനെ പിത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അകത്ത് കയറ്റി വിടുകയും ചെയ്തു ഒരു വിശ്വാസം. ഒരിടത്ത് രാക്ഷസൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അകത്ത് കയറ്റി വിട്ടപ്പം അഹിരാവൺ എന്താണ് ചെയ്തത്? അഹിരാവൺ വിചാരിച്ചു എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. ഓക്കെ, അതിൻ്റെ പിന്നിലും കഥയുണ്ട്. ബ്രഹ്മദേവൻ ഒരു വരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് പഞ്ചമുഖി ഹനുമാനെ കുറിച്ച് പറയാം. അപ്പോൾ അഹിരാവൺ കൊണ്ടുപോയിട്ട് ശ്രീരാമനെയും ലക്ഷ്മി ദേവി അവരുടെ കുലദൈവമായ ഭവാനി, അവരുടെ ദൈവമായ ദേവിക്ക് ഇത് ഗുരുതി കൊടുക്കാനെന്നുള്ള വിചാരത്തിൽ കൊണ്ടുപോയതാണ്. ഓക്കെ, രാവണനെ സഹായിക്കാൻ തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ കൊടുക്കാമെന്നും പറഞ്ഞു. അന്നേരമാണ് ദൈവം ചെല്ലുന്നത്. അപ്പോൾ ഈ അഹിരാവൺ 5 ദിശയിലേക്ക് 5 ദീപം കൊളുത്തി വെച്ചു. 5 ദിശയിൽ സാധാരണ ഒരു മനുഷ്യർക്ക് ഒരേ സമയത്ത് അത് കിടത്തണം. അതാണ് അതിൻ്റെ കണ്ടീഷൻ. ഒരേ സമയത്ത് അത് ഊതിക്കിടത്തണം. അപ്പോൾ ഓരോ മുഖം കൊണ്ട് നമുക്ക് പറ്റില്ലല്ലോ. ആ സമയത്ത് ഹനുമാൻ സ്വാമി രൂപമെടുത്തതാണ് പഞ്ചമുഖി. അതായത് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നത് ഹനുമാൻ സ്വാമിയും പടിഞ്ഞാട്ട് നോക്കിയിരിക്കുന്ന ഗരുഡൻ അറിയാലോ, ദൈവത്തിൻ്റെ മഹാവിഷ്ണുവിൻ്റെ വാഹനം. പിന്നെ ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നത് ഹെഗ്രീവ്, കുതിരയുടെ തലയുള്ള ദൈവം. അത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വേദങ്ങളും എല്ലാം സൂക്ഷിക്കുന്ന ദൈവം. പിന്നീട് ഉത്തരദിശയിലോട്ട് നോക്കി നിൽക്കുന്നത് വരാഹം അറിയാമല്ലോ, ക്ഷീർസാഗറിൽ നിന്ന് നമ്മുടെ കക്ഷ്യ കൊണ്ട് ധർത്തിയെ ഇതാക്കിയപ്പം ദൈവം വരാഹാവതാരം എടുക്കുകയും പന്നി ഇങ്ങനെ 2 കൊമ്പുള്ള അതിൻ്റെ മേലെ വെച്ചിട്ട് ധർത്തിയെയും കൊണ്ട് സമുദ്രത്തിൽ ഇത് പൊങ്ങി വന്നതായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് ആ അവതാരം. പിന്നെ അതിനുശേഷം നരസിംഹ അറിയാമല്ലോ, പ്രഹ്ലാദിൻ്റെ ടൈമിൽ ഹിരണ്യകശുവിനെ വധിക്കാൻ വേണ്ടിയുള്ള അവതാരം. അങ്ങനെയാണ് ഈ 5 അവതാരം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉത്ഭവിക്കുകയും ചെയ്തു. എന്നിട്ട് ഒരേ സമയം അദ്ദേഹം ദീപം കെടുത്തി അങ്ങനെ അഹിരാവൺ തോക്കുകയും ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ട് ദൈവം ഇവിടെ ഇരുത്തി ഇങ്ങനെ പറന്ന് അതേ സ്ഥലത്ത് വന്നു എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം, ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ഈ തെക്കോട്ട് ദർശനമുള്ള വീട്ടിൽ പഞ്ചമുഖി ഹനുമാനെ വയ്ക്കും. അതും ഒരു ദൈവത്തിന് കിട്ടിയ ഒരിക്കൽ ബ്രഹ്മദേവാണ് ഞാൻ കണ്ടറിഞ്ഞതിലേത്. അത് ഇങ്ങനെ അനുഗ്രഹിച്ചു, പിന്നെ വരം കൊടുത്തു, ഇങ്ങനെ തെക്കോട്ട് വയ്ക്കും അങ്ങനെയൊക്കെ. അപ്പോൾ അതായത് അത് വെച്ച് കഴിഞ്ഞാൽ രാക്ഷസന്മാരോ ഭൂതപ്രേത പിശാച് എന്താ പറയുക, ഈ കൂടോത്ര തന്ത്രമന്ത്രം ഒന്നും തൊണ്ട ഡ്രൈ ആവുന്നതാ കേട്ടോ, സോറി. അപ്പോൾ അവരൊന്നും നമ്മുടെ വീടിനെ അകത്തോട്ട് കയറത്തില്ലെന്ന് ഹനുമാൻ സ്വാമിയെ പേടിച്ചിട്ട് പോകും. അതുകൊണ്ട് തെക്കോട്ട് ദർശനമുള്ള വാതിലിൻ്റെ മേലെ ഇത് വെക്കുന്നത് നല്ലതാണ്. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് അവരും വെച്ചിട്ടുണ്ട്. അത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. വിശ്വാസമുള്ളവർക്ക് വെച്ചാൽ നല്ലതാണ്. അതായത് കിട്ടിയില്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഒരു കളർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് വാതിലിൻ്റെ മേലെ വെക്കുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിയുടെ അടുത്തോട്ട് ഒരു തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒന്നും വലിക്കത്തില്ല. അദ്ദേഹം ഒരു വലിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പം എന്തായാലും എൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്സ്
അതുപോലെ തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് എനിക്കറിയാം, ഒത്തിരി ഉണ്ടെന്നറിയാം. ഞാൻ പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ അമ്മമാരെല്ലാം കാണണം, ഷെയർ ചെയ്യണം, കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്നവർ ഹിന്ദു മതത്തിൻ്റെ എല്ലാം അറിയണം, അപ്പോൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനും കണ്ണമ്മോനോട് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.